വ്യത്യസ്തമായ രുചിഭേദങ്ങൾ തേടിയുള്ള യാത്രയാണ് ഇത്. ഏവർക്കും ഡബിൾ ഹോഴ്സ് എന്ന നാടന്റെ ഒരിക്കൽ കൂടി നൽകുകൊണ്ട് നമുക്ക് ഇന്ന് എപ്പിസോഡ് ആരംഭിക്കാം. ചെങ്ങന്നൂരിലെ പഴയ സുറിയാനിപ്പള്ളി. കേരളത്തിലെ തന്നെ ഏറ്റവും അധികം ശില്പികളുള്ള ഒരു നാടാണ് ചെങ്ങന്നൂര്. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് എന്റെ പിന്നിലായി ഈ കാണുന്ന 500 വർഷത്തിലധികം പഴക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കൽക്കുരിശ്. ഒറ്റക്കല്ലിലാണ് ഇത് തീർത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ മാമനങ്കിൾ. മാമനങ്കിൾ ചെങ്ങന്നൂരിലെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. റോട്ടറി ക്ലബിന്റെ ഡിസ്ട്രിക്ട് ചെയർമാനാണ്. അങ്കിളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഈസ്റ്ററൊക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നു. മഴവിൽ മനോരമയോടൊപ്പം ഈസ്റ്റർ ആഘോഷിക്കുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് വീട്ടിലേക്ക് പോകാം. എന്റെ ഭാര്യ ഷൈന നല്ല സുറിയാനി ക്രിസ്ത്യാനി വിഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഈസ്റ്ററിന്റെ ഇന്നത്തെ സ്പെഷ്യാലിറ്റി. നമ്മള് സുറിയാനി ക്രിസ്ത്യൻസിന്റെ ഇടയിലുള്ള ഈസ്റ്റർ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ മാമൻ അങ്കിളിന്റെ വൈഫ് നമുക്ക് വേണ്ടി ഇന്ന് കുക്ക് ചെയ്ത് തരുന്നതാണ്. നമുക്ക് വീട്ടിലേക്ക് പോകാൻ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ മാമൻ അങ്കിളിന്റെ വൈഫ് ഷൈനോ ആന്റി. ഷൈനോ ആന്റിയുടെ കിച്ചണിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈസ്റ്റർ സ്പെഷ്യൽ വിഭവമായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് അല്ലെ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോ ആന്റി, അതിന്റെ പേര് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഷൈനോ എന്ന് പറഞ്ഞൊരു പേര് നമ്മൾ ഇതിനു മുന്നേ അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഷൈനോ എന്ന് പറഞ്ഞൊരു പേര്? എന്താണ് ആന്റി ഈ പേരിന്റെ അർത്ഥം? ഷൈനോ എന്ന് പറയുന്നത് ഒരു സുറിയാനി വാക്കാണ്. ഞങ്ങളുടെ സർവീസിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്നതാണ്. അതിന്റെ അർത്ഥം ശാന്തി, സമാധാനം എന്നൊക്കെയാണ്. ആന്റിയെ കണ്ടാൽ തന്നെ അറിയാം ശാന്തി സമാധാനം ഉള്ള ഒരു പ്രകൃതമായിരിക്കും. അപ്പൊ നമുക്കിന്ന് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ചിക്കൻ കറി തയ്യാറാക്കാം അല്ലെ? തുടങ്ങാം അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കടുക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉരുളക്കിഴങ്ങ്, തേങ്ങാപ്പാല്, നട്ട്സ് അരച്ചത്, ചിക്കനാണ്, ഗരം മസാല, പിന്നെ ചൂടുവെള്ളം. അത് ഈ ഒരു മധ്യ തിരുവിതാംകൂർ ഏരിയയിലാണല്ലോ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉള്ളത്. ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ ഏരിയയിലാണ് കൂടുതലായിട്ട് ഈ ഒരു സ്പെഷ്യൽ ഈസ്റ്റർ സ്പെഷ്യൽ ചിക്കൻ കറി ഉള്ളത്. അപ്പൊ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു. ഇനി സവാള വഴന്നിട്ടുണ്ടല്ലേ? ഇഞ്ചി ഇടാം. അപ്പൊ നമ്മള് സവാള ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ ഇഞ്ചി ഇടും. ശേഷം നമ്മള് വെളുത്തുള്ളി ഇടുകയാണ് അതിലേക്ക്. ഒരു 5-6 വെളുത്തുള്ളി നമ്മൾ അതിനകത്തേക്ക് ഇടും. 2 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ അതിനകത്തേക്ക് ചേർത്തു. ഒരുപാട് എരിവ് വേണ്ടല്ലോ ഈ ഒരു കറിക്ക്, ഒരുപാട് എരിവ് വേണ്ട. മല്ലിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ചേർത്തു. ഗരം മസാലയും കൂടെ ചേർക്കാറില്ലേ? ഗരം മസാല നമ്മളിപ്പോൾ അതിലേക്ക് ചേർത്തു. ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഇതൊന്ന് വഴലാൻ വേണ്ടിയിട്ടേ ഉള്ളൂ വെള്ളം ചേർക്കുന്നത്. ഇത് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളമാണ്. നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ്
അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഇതൊരു എത്ര ഉരുളക്കിഴങ്ങ് ഉണ്ടാവും? അതൊരു 3 ഉരുളക്കിഴങ്ങ്. ഒരു 3 ഉരുളക്കിഴങ്ങ് നമ്മള് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു വലിയ കഷ്ണങ്ങളാണ്, ഏകദേശം ഈ ഒരു വലുപ്പത്തിലെങ്കിലും കട്ട് ചെയ്യണം ഉരുളക്കിഴങ്ങ്. ചിക്കൻ ചേർക്കാൻ ആയിട്ടുണ്ടാവും. ചിക്കനും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ആന്റിക്ക് ചിക്കൻ എടുക്കണം. ആന്റി ഇത് എത്ര ചിക്കൻ ഉണ്ട്? എത്ര കിലോ ഇത് കൊച്ചു ചിക്കനാണ്, 1 കിലോയേ ഉള്ളൂ. നാടൻ ചിക്കനാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കണം. ഉപ്പൊക്കെയും നല്ല രീതിയിൽ ചിക്കനിലും എല്ലാം പിടിക്കാനായിട്ട് നല്ല രീതിയിൽ ഇളക്കാം. എത്ര നേരം ഇനി വേഗം എടുക്കും? ഇത് നാടൻ കോഴി ആയതുകൊണ്ട് കുറച്ച് സമയം കൂടുതൽ എടുക്കും സാധാരണയിലും. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിക്കാം. അതിപ്പോ എങ്ങനെയായിട്ടുണ്ടാവും ഇതിന്റെ വേവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് നോക്കാം. വെന്തിട്ടുണ്ട്. ഇപ്പൊ കോഴിക്കറി നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് ഈ മുട്ട ഇതിനകത്ത് ചെരുവ മുട്ടതിനകത്തും ചെരുവ കൊട്ട ചെറുതായിട്ടൊന്ന് ഫോർക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് കുത്തിയിട്ട് ഉള്ളിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കും. ഇത് ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഈ മുട്ടയും കൂടെ അതിലൊന്ന്. അതെ, നമ്മളിപ്പോ മുട്ട ഇതിനകത്തേക്ക് ചേർത്തു. ഇപ്പൊ മുട്ടയിൽ മസാല പിടിക്കാനും എല്ലാമായിട്ട് നമ്മൾ ഒന്നും കൂടെ അടച്ചേക്കണം. ആ സമയം നമുക്ക് ഈ തേങ്ങാപ്പാലിലേക്ക് ഈ നട്ട്സ് അരച്ചത് ചേർക്കാം. അതുപോലെ തേങ്ങയുടെ പാലെടുത്തിട്ട് അതിലേക്ക് നമ്മള് കശുവണ്ടി പരിപ്പ് അരച്ചത് അതിന്റെ ഒരു പേസ്റ്റ് ചേർത്ത് അതിലേക്ക് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ തിളച്ചാല് തേങ്ങാപ്പാലൊക്കെ ആകുമ്പോൾ ചിലപ്പോ ഒന്ന് പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് തീ നിർത്താം. അതെ, അപ്പൊ ഇനി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരിക്കണ്ട. ഈ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് പിരിയാതിരിക്കാനായിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യണം. കൊള്ളാം. നമുക്കിനി താളിച്ചിട്ടും കൂടെ ഉള്ള ഒരു ടേസ്റ്റ് ആണ് എനിക്ക് അറിയേണ്ടത്. ഇതിപ്പോ സൂപ്പർ ആയിട്ടുണ്ട്. ആന്റി അപ്പം താളിക്കല്ലേ? അപ്പൊ താളിക്കാം. കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മള് ചുമന്നുള്ളി ഇടും. നമുക്കിനി വറ്റൽമുളക് ഇടാം. അതെല്ലേ, ചുമന്നുണ്ട്. കുഴപ്പമില്ല, വറ്റൽമുളക് ഇട്ടോ. വറ്റൽമുളക് കുറേ കരിയാപ്പിലയും കൂടി ഇടാം. അപ്പോ ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള കോഴിക്കറി തയ്യാറായി കഴിഞ്ഞു. നമ്മളതിനകത്തേക്ക് കടുകും എല്ലാം താളിച്ച് ചേർത്ത് കഴിഞ്ഞു. ഇനി കുറച്ച് നേരം അടച്ചു വെക്കാനല്ലേ? അപ്പൊ നമ്മള് കുറച്ച് നേരം അടച്ചു വെക്കാം. ഈസ്റ്ററിന്റെ മുഖമുദ്രയായിട്ടുള്ള വെള്ളയപ്പം തയ്യാറായി കഴിഞ്ഞു. ആവി പറയുന്ന ചൂടപ്പമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കറിയും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ചേച്ചി, അപ്പൊ എനിക്ക് കറി വിളമ്പിക്കുള്ളൂ. ടേസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. വളരെ നന്നായിട്ടുണ്ട്, വളരെ ടേസ്റ്റിയാണ്. ഈസ്റ്ററിന്റെ ആണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെ എല്ലാവരും ട്രൈ ചെയ്യണം. ചേച്ചി കൊള്ളാം, നന്നായിരുന്നു. നമ്മൾ ഇനി തയ്യാറാക്കാൻ പോകുന്നത് ഈസ്റ്റർ ദിനത്തിൽ പ്രത്യേകമായി തയ്യാറാക്കുന്ന ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ കറിയോ അതുപോലുള്ള നോൺ വെജിറ്റേറിയൻ മാത്രം ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇതൊരു വെജിറ്റബിൾ സ്റ്റൂ ആണ് നമ്മൾ ഇനി തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. എന്തൊക്കെയാണ് ഇതിന്റെ ചേരുവകൾ? എന്തൊക്കെയാണ് ചേരുവകൾ? എല്ലാം വെജിറ്റബിൾസ് ആണല്ലോ. അപ്പം ക്യാരറ്റ്, കോളിഫ്ലവർ, സവാള, ഗ്രീൻ പീസ്,
പൊട്ടറ്റോ. പിന്നെ ഇതിൻ്റെ അത്യാവശ്യം പ്രത്യേകമായിട്ട് ചേർക്കുന്ന ഒരു ഇച്ചിരി ജീരകവും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് ചേർക്കും. പ്രത്യേകമായിട്ട് ചേർക്കും. അതാണ് കുറച്ച് കുരുമുളക് അവസാനം ഇടും. ഇത് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, ഇത് തേങ്ങാപ്പാൽ. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ആദ്യം ചേർക്കേണ്ടത് വെളുത്തുള്ളിയും ജീരകവും കൂടി ചതച്ചു വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ആണ്. ജീരകവും വെളുത്തുള്ളിയും ചതച്ചതും കൂടി എണ്ണയിലേക്ക് ഇട്ടു. അതിനുശേഷം സവാള വേഗം വേഗം ഇടാല്ലെങ്കിൽ ഈ സവാള വലിയ പീസായിട്ടാണ് അരിയേണ്ടത്, ഓരോ ഇതുകളായിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഇതിനകത്തേക്ക് ഇടാം. അപ്പൊ നമ്മള് ഈ എണ്ണ ചൂടായതിനകത്തേക്ക് വെളുത്തുള്ളിയും ജീരകവും മിക്സ് ചെയ്തതും പിന്നെ അതിനകത്തേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ, അതായത് ക്യാരറ്റ്, ഗ്രീൻ പീസ്, കോളിഫ്ലവർ തുടങ്ങിയ എല്ലാ ചേരുവകളും ചേർത്തു. ശേഷം നന്നായിട്ട് ഇളക്കണം. ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നത്. ഇപ്പം എത്രത്തോളം അതിന്റെ വേവ് എങ്ങനെയായിട്ടുണ്ടായിരുന്നു? കുറച്ച് ഒന്ന് വേഗം തുടങ്ങിയിട്ടുണ്ട്. പച്ചമുളകൊക്കെ മാറി വരുന്നു. വെജിറ്റബിളല്ലേ പെട്ടെന്ന് വേഗം. അപ്പം നമുക്കിതിലേക്ക് മസാല കുറച്ച് ഒരു സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി 1 സ്പൂൺ അതിനകത്തേക്ക് ചേർക്കണം. 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കുക. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല നമ്മളിപ്പോൾ അതിനകത്തേക്ക് ചേർത്തു. നമ്മൾ ഡബിൾ ഹോഴ്സ് എന്നാണല്ലോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെജിറ്റബിൾ സ്റ്റൂ ആണ്. ഈസ്റ്റർ സ്പെഷ്യൽ. ഇതിനകത്ത് മസാലയൊക്കെ ഏകദേശം പിടിച്ചിട്ടുണ്ടല്ലേ? ഇനി നമുക്ക് തേങ്ങാപ്പാലില് 2ാം പാല്. നമ്മൾ ഇനി അതിനകത്തേക്ക് 2ാം പാല് ചേർക്കണം. തേങ്ങാപ്പാലിന്റെ 2ാം പാല്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് വേഗം വേണ്ടിയിട്ട് അടച്ചു വെക്കാം. തീയും കുറച്ച് വെക്കണം. പതുക്കെ തീ കിടന്നൊന്നും വെജിറ്റബിൾസ് ഏകദേശം വെന്തിട്ടുണ്ട്. വേഗം നോക്കാം. നോക്കാനും വേവായിട്ടുണ്ട്. നമ്മളതിലേക്ക് ഇപ്പോൾ നട്ട്സും ബദാം പരിപ്പും മിക്സ് ചെയ്തു. തേങ്ങാപ്പാൽ ഒഴിക്കാനുള്ള സമയമായി. ഇതൊരു എത്ര തേങ്ങയുടെ ഒരു പാലുണ്ട്? ഇതൊരു 1/2 മുറി തേങ്ങയുടെ പാൽ. 1/2 മുറി തേങ്ങയുടെ പാൽ നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കണം. തേങ്ങയുടെ പാൽ നമ്മൾ 2ആയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ആദ്യം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് വേഗം വെച്ചിട്ടാണ് 2ാമത് ഒഴിച്ചത്. നമ്മൾ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർക്കണം. ഒന്ന് മാഷ് ചെയ്തിട്ട് കറി വെന്ത് കഴിഞ്ഞ് കാണിക്കും. താളിക്കാനായിട്ട് നമ്മളിനകത്ത് കടുക് പൊട്ടിക്കണം. ചെറിയ ഉള്ളി, താളിക്കാനുള്ള ഉള്ളിയും പച്ചമുളകും കരിയാപ്പില് പറ്റലുമുളകും ഇട്ടു. വഴറ്റി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് അല്പം ജീരകം പൊടിച്ചത്